തിങ്കളാഴ്ച അവധിയാണ് കേട്ടോ. വന്ന് സോമനാവാൻ നിൽക്കരുത്. ഏകദേശം ഒരു പകുതി ടോപ്പില് ഈ മൊട്ടക്കുന്നിന്റെ മേലെ കൊണ്ട് നിർത്തി മനസ്സിൽ തന്നെ പറഞ്ഞു. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് തേരാപ്പാല പാലക്കാടിലുള്ളത് ഒറ്റപ്പാലത്തുള്ള അനങ്ങമല ഇക്കോ ടൂറിസ്റ്റ് പോയിന്റിലാണ്. ഒറ്റപ്പാലത്തിന് ഏകദേശം ഒരു 10-14 കിലോമീറ്റർ അങ്ങോട്ടുള്ളൂ. നമുക്ക് നേരെ ഇതിൻ്റെ ഒരു എൻട്രൻസ് ആണിത്. ഒരു മരത്തിൻ്റെ ഷേപ്പ് പോലെ പണിതിട്ടുണ്ടെങ്കിൽ സിമെൻറ്റിൻ്റെയാണ്. ഒരു വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുള്ളൊരു എൻട്രൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കാണാനുള്ളത് അനങ്ങാമലയും കൂൺമലയാണ്. രണ്ട് സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ രണ്ട് മലകളും കണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. അനങ്ങമല ഇക്കോ ടൂറിസം. ടിക്കറ്റ് ഇല്ലാതെ പ്രവേശിക്കരുത്. സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ. തിങ്കളാഴ്ച അവധിയാണ് കേട്ടോ. വന്ന് സോമനാവാൻ നിൽക്കരുത്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് അനങ്ങാമല? പഴനിമല കയറുന്ന പോലെ ഉണ്ട്. നിന്നോടാണ് ഒന്നും പറയാൻ പറ്റുന്നില്ല. അത് കറക്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെ വരണം. ഇതേപോലെ എന്തോ വെയില്, എന്താ ചൂട്. പാലക്കാട് ചൂടൊക്കെ എങ്ങനെയുണ്ടാ? ഇതവിടെ ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വൈകുന്നേരം വരികയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ചിൽഡ്രൻസ് പാർക്കാണ്. ജിജു സമയം എത്രയാടാ? 1:41. രാത്രിയല്ല, പകല് നട്ടുച്ചയ്ക്ക്. ഈ നട്ടുച്ചയ്ക്ക് 1:41 അനങ്ങാമലയുടെ ഏറ്റവും മേലെ എത്തിയിട്ടില്ല. ഏകദേശം ഒരു പകുതി ടോപ്പില് ഈ മൊട്ടക്കുന്നിന്റെ മേലെ കൊണ്ട് നിർത്തി മനസ്സിൽ തന്നെ പറഞ്ഞു. മൊട്ടക്കുന്നൊന്നുമല്ല, നല്ല കിടിലം പ്ലേസ് തന്നെയാണ്. ഞങ്ങൾ വന്ന ടൈമിംഗ് തെറ്റിപ്പോയി. ഞങ്ങൾ നട്ടുച്ചയ്ക്ക് 1:30 വന്നത്. ഈ സമയത്ത് ഒരാളും വരരുത്, റെക്കമെൻഡ് ചെയ്യുന്നില്ല. മഴക്കാലത്താണെങ്കിൽ നട്ടുച്ചയ്ക്ക് വന്നോളൂ, പ്രശ്നമില്ല. ഇനി അങ്ങോട്ടുള്ള യാത്ര സാധ്യമല്ല. കാരണം ഇനി ട്രക്കിങ്ങിനുള്ള പാസ് എടുത്തവർക്ക് മാത്രമേ ഇനി ഇതിൻ്റെ മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ 1:30-2 മണിക്ക് ഈ നട്ടുച്ച സമയത്തിന് ട്രക്കിങ്ങിനുള്ള പാസ് എടുത്ത് മേലോട്ട് പോകാൻ വയ്യ. നല്ല വെയിലാണ്. അതുകൊണ്ട് നമ്മൾ ഇനി മേലോട്ട് പോകുന്നില്ല. നമ്മുടെ അനങ്ങാമലയുടെ ഒരു വ്യൂ നമ്മൾ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ്. അനങ്ങാമലയിൽ നിന്നും താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റപ്പാലത്തിൻ്റെ വള്ളോനാടിൻ്റെ എല്ലാ ഗ്രാമീണ ഭംഗിയും ആസ്വദിക്കാൻ കഴിയും. ഈ ദൂരെ മലയും പാടങ്ങളും. ഇതേ അപ്പുറം ആ കാണുന്നതാണ് കൂൺകുന്ന്. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു തൂക്കുപാലമുണ്ട്. ആ തൂക്കുപാലം വഴി കൂൺകുന്നിലോട്ട് പോവാം. ഇനി അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. തൂക്കുപാലം എന്നൊന്നും പറയാൻ പറ്റില്ല, ഇരുമ്പ് പാലമാണ്. ക്രോസിൽ പണിതിട്ടുണ്ട്. നല്ല മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനടിയിൽ കൂടെ നല്ല ഫോഴ്സിൽ വെള്ളം പോകുന്നുണ്ടാവും. ഇതിപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉള്ള സമയമാണ്. ഇവിടെ കുറച്ചധികം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട 2 മുത്തൂലെ കുറച്ച് സീൻസ്, രജനീകാന്തിൻ്റെ മുത്തൂലെ കുറച്ചധികം സീൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആകാശഗംഗയിലെ ക്ലൈമാക്സ്, ഒരു മലയുടെ മേലേക്ക് കൂട്ടിയിട്ട് പോയില്ലേ, അതൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. ഇതല്ലാതെ തന്നെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്താലൊക്കെ മനസ്സിലാവും. ഇനി നമ്മൾ ജസ്റ്റ് ഈ ഒരു കൂൺകുന്നിൻ്റെ മേലോട്ട് കയറുകയാണ്. അവിടെ ഈ കൂണിൻ്റെ ആകൃതിയിൽ നമുക്ക് എന്താ പറയുക, തണൽ കിട്ടാൻ വേണ്ടി ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ശരിക്കും ഒരു മല കയറുന്ന ഫീലാണ്. എന്താ പറയുക, അവിടെ ഒന്നും അങ്ങനെ വെട്ടി തെളിച്ചിട്ടൊന്നുമില്ല. ആ ഒരു ഫീൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പാറയും ചെടികളും. കുറച്ച് മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നല്ല പച്ചപ്പായിട്ട് ഫീൽ ചെയ്യും. ഇതൊക്കെ ഉണങ്ങി തുടങ്ങി. ഇതേ ഒരു ഒറ്റ പന നിൽക്കുന്നുണ്ട്. ഇതാ കാണുന്നതാണ് അനങ്ങന്മല. അതായത് കൂൺകുന്ന് കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള അനങ്ങമലയുടെ കാഴ്ചയാണ്. അനങ്ങമലയും കൂൺകുന്നൊക്കെ കയറി ക്ഷീണിച്ചു, വയ്യാതായി. നല്ല വെയിലായതുകൊണ്ടാട്ടോ, നല്ല വെയിലാണ്. ഈ വെയിലത്ത് രണ്ടും കയറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്താ പറയുക, വെയിലുള്ള സമയത്ത് ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങോട്ടുള്ള വരവ് റെക്കമെൻഡ് ചെയ്യുന്നേ ഇല്ല. ഒരു കാരണവശാലും വരരുത്. ഉച്ചയ്ക്ക് വരികയാണെങ്കിൽ നല്ല മഴക്കാലത്ത് വരിക, ഇല്ലെങ്കിൽ ഈവനിങ് വരിക, അല്ലെങ്കിൽ രാവിലെ നേരത്തെ വരിക.
ദൈവം ഇത് ഉച്ച സമയത്ത് വരരുത്. പാലക്കാടാണ്, വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇതുപോലെ മറ്റൊരു കിടിലം പ്ലേസായിട്ട് വീണ്ടും കാണാം.